ഒരു പർട്ടിക്കുലർ സീനിന്റെ ഓഡിഷൻ ചോദിച്ചു, ഓഡിഷൻ അയച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോരുന്നു ഞങ്ങൾ. സെറ്റില് തന്നെ when he used to keep a frame തന്നെ നമ്മളിങ്ങനെ പോയി നിൽക്കും. ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ഭംഗിയാ. രൂപക്കൂട്ടിനകത്തൊക്കെ പുണ്യാളന്മാരെ കണ്ടിട്ടില്ലേ? ശരിക്കും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. കുഞ്ഞിലെ തൊട്ട് സിനിമ 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 എന്ന് പറഞ്ഞു നടന്നോണ്ട് മൈ പേരൻസ് ന്യൂ ലൈക്ക് ഇനി കാര്യമില്ല. ഭയങ്കര ബോറിംഗ് സ്റ്റോറി ഞങ്ങളുടെ. ഞങ്ങൾ അങ്ങനെ ഐ ലവ് യു അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സാധനം, ഒട്ടും എളുപ്പമല്ല എന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. ഡേറ്റിംഗ് ആയിരുന്നു, പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രേമിച്ച് നടക്കുന്നതും കല്യാണം വെരി ഡിഫറെന്റ്. ആ സാധനം ട്യൂഷൻ അത് ഹിന്ദി ട്യൂഷൻ. ടൈം ട്രാവൽ കുറെ കാര്യങ്ങൾ മാറ്റാനുണ്ട്. ഞാൻ മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്ര എന്റെ ലൈഫിലുള്ള. ക്യാമറയുടെ മുന്നിൽ റെഡ് കാർപ്പറ്റ് തള്ള വൈബാണ്. ഞാനും ആക്ച്വലി തള്ള വൈബ് കേട്ടോ. ഇവളും അത് തന്നെയാണ്. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ലേഡീസ് ആണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു വ്യക്തിനെ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്തോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ആള് പറയുന്നു അയ്യോ എന്നെ ആർക്കും അറിയത്തില്ല, പരിചയം ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു എന്താ പറയാ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ് ലേഡിയും കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കരം എന്ന മൂവിയിലൂടെ ഇവരെ രണ്ടുപേരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട രശ്മ സെബാസ്റ്റ്യൻ ആൻഡ് ഓഡ്രി. ഞാൻ ഓഡ്രി എന്നാണ് ഓഡ്രി ഇവിടെ ഇപ്പൊ കൊറേ വട്ടന് തിരുത്തി ഓഡ്രി കറക്റ്റ് ആണല്ലോ. അപ്പൊ നമസ്കാരം, വെൽക്കം ടു ദ ഷോ. Thank you for having us. Yes. രേഷ്മ സെബാസ്റ്റ്യൻ അല്ലെ? രേഷ്മ ചേച്ചിനെ ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഓഡ്രി ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പഠിക്കാൻ വേണ്ടി. കാരണം എന്റെ ഹസ്ബൻഡ് മാരേജിന് ശേഷം ഇങ്ങനെ കാണിച്ചു തന്നു, ചേച്ചിയുടെ പ്രൊഫൈല് കാണിച്ചു തന്നെ, ഇത് നോക്കി ഇങ്ങനെ നമുക്ക് ഫോട്ടോസ് എടുക്കണം, ഇങ്ങനെ ഇത് വെക്കണം, ആളുടെ സ്റ്റോറീസ് ഒക്കെ വേറെ ലെവൽ എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു ഇതാരാ, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ. നമ്മൾ അങ്ങനെ ആണല്ലോ. അപ്പൊ പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഭയങ്കര എന്താ ഒരു ഫാനിനേക്കാൾ ഉപരി എന്താ പറയാ ഫോളോ ചേച്ചിയുടെ ഓരോ ക്രിയേറ്റീവ് ഐഡിയാസ്, സ്റ്റോറീസ്. അതെ സത്യമായിട്ടും. അപ്പം എബ്രോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പത്തേനും ഹസ്ബൻഡ് വിളിച്ച് നമ്മുടെ പ്രോഗ്രാം ഹെഡിനോട് പറയും രശ്മ സെബാസ്റ്റ്യൻ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്, ഇന്റർവ്യൂ കിട്ടും. അപ്പൊ അങ്ങനെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേനും ഇതുപോലെ തന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ് നോട്ട് എപ്പോഴും ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡിന് അയക്കും. അയ്യോ ഞാൻ എന്ത് പറയാൻ, എനിക്കിപ്പോ ഇവിടെ കുറച്ച് തിരക്കാട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ. ലാസ്റ്റ് കര ഇറങ്ങിയപ്പോഴും അപ്പോൾ ഇന്റർവ്യൂവിന് ഇവര് രണ്ടുപേരും ഇരുന്നില്ല. അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഐ തോട്ട് എന്ന് വെച്ചാൽ ഐ എം നോ വൺ. അപ്പൊ ഞാൻ വന്നിട്ട് എന്ത് പറയാൻ, ഐ മീൻ വെറുതെ എന്തിനാ എന്നുള്ള സാധനം. ഭയങ്കര സിംപ്ലിസിറ്റി അല്ലേ, ഭയങ്കര ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഭയങ്കര ബോൾഡ്, ഭയങ്കര നമ്മളൊരു പ്രീ ജഡ്ജ് ചെയ്യില്ല. അപ്പൊ ഞാനൊക്കെ വിചാരിച്ച, പിന്നീട് ഞാൻ ഈ ടോക്ക് ഷോസും മറ്റേത് കണ്ടപ്പോ ഭയങ്കര സോഫ്റ്റ് വോയിസ്, ഭയങ്കര ഒരു പാവം സംസാരിക്കാൻ അറിയാമല്ലാത്തോണ്ടാ ചുമ്മാ പറയുന്നതാണ്. ഭയങ്കര ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു ഓഡ്രി അല്ലേ? പേര് ആരിട്ടെ? ഈ ഓഡ്രി ഗ്രാൻഡ് ഫാദർ ഇട്ട. എന്താ മീനിങ്? എന്താ? നോബൽ സ്ട്രെങ്ത്. നോബൽ സ്ട്രെങ്ത്. ഓ സ്ട്രെങ്ത് ഉണ്ടോ? ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ ഓഡ്രി ഹെഫ്ബേൺ ആക്ട്രസ് ഇല്ലേ പണ്ടത്തെ, her grandfather was a huge fan of her. അങ്ങനെ ഇൻസ്പയർ. പിന്നെ there was a saint also called Audrey. July 8th ആയിരുന്നു തോന്നുന്നു that saint was born. ഭയങ്കര റിലീജിയസ് ആയ ഫാമിലി. അപ്പൊ എല്ലാം കൂടെ അങ്ങനെ ഓർഡർ ചെയ്യുന്ന. ഈ റിലീജിയസ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് ഫിലിമിലൊക്കെ അഭിനയിപ്പിക്കാൻ സമ്മതിച്ചോ? ഞാൻ കുഞ്ഞിലെ തൊട്ട് സിനിമ 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 എന്ന് പറഞ്ഞു നടന്നോണ്ട് മൈ പേരൻസ് ന്യൂ ലൈക്ക് ഇത് പോയി ഇനി കാര്യമില്ല. അപ്പൊ അവര് അപ്പൊ തൊട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ കുഞ്ഞിലെ തൊട്ട് ഐ യൂസ് ടു ഡാൻസ്. ഫാമിലി എപ്പോഴും അതിന് പുഷ് ചെയ്യുമായിരുന്നു. അപ്പൊ ആർട്സ് വാസ് ഓൾവേസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അപ്പൊ അവർക്ക് അറിയായിരുന്നു
പഠിത്തമല്ല, ഇതാണ് കുട്ടിയുടെ ഇഷ്ടം. അപ്പൊ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേരൻസ് ഉള്ളത്. ഓക്കെ, ഈ ഞാൻ ഫസ്റ്റ് കരം എന്ന മൂവിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. കാരണം ചേച്ചി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു കുറച്ച് ബ്രേക്ക് എടുക്കുക എന്നൊക്കെ. അത് ഏറ്റവും കൂടുതൽ അത് എന്നെ ഹസ്ബൻഡാ കാണിച്ചത്. അയ്യോ ഇനി സ്റ്റോറി ഞാൻ നല്ലോണം ഇരുത്തി താഴ്ത്തുന്നുണ്ട്, പ്രൊമോട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റോറി എന്നെ കാണിച്ചു തന്നു. അത് എനിക്കിപ്പോ ഉപകാരപ്പെട്ടു. കാരണം അതെല്ലാം എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റിയിരുന്നു. ഒരു ബ്രേക്ക് എടുക്കുകയാണ്, ഇനി കുറച്ച് ഒരു പേഴ്സണൽ ആവശ്യം. അപ്പം ഇല്ല, അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് ടേക്കിംഗ് എ ബ്രേക്ക് എന്ന് മാത്രമേ അങ്ങനെ ഒന്നില്ലേ? ഞാൻ കുറച്ച് മൂവിയായിട്ട് ബന്ധമൊന്നുമില്ല. ദാറ്റ് വാസ് മൈ പേഴ്സണൽ ബ്രേക്ക്. ഷൂട്ടിന് പിന്നെ ഈ മൂവിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഷീ വാസ് ഓൺ എ ബ്രേക്ക്. ഐ ടുക്ക് എ ബ്രേക്ക് ഫോർ 5 months. എന്ന് വെച്ചാൽ സമാധാനം. എന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഐ വർക്ക് ഓൺ ദാറ്റ് പ്ലാറ്റ്ഫോം അല്ലെ ഇൻസ്റ്റ. അപ്പം നമുക്ക് ആ പേഴ്സണൽ ലൈഫും മറ്റേതും എല്ലാം കൂടെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും വി ലൂസ് ദാറ്റ് ബാലൻസ് ഭയങ്കരമായിട്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് കുറച്ച് സമാധാനം വേണം. ഇതിനകത്തുനിന്നൊക്കെ മാറിയിട്ട് ചുമ്മാ കുറച്ച് നാൾ നമുക്ക് ആ ഒരു എനിക്ക് തോന്നുന്നു 2019 മുമ്പൊക്കെ നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു ദിസ് വാസ് നോട്ട് എ ഹ്യൂജ് പാർട്ട് ഓഫ് അവർ ലൈഫ് അല്ലേ. വി സ്റ്റിൽ ഹാഡ് അവർ ഫോൺ ആൻഡ് എവറിത്തിങ് വിത്ത് us. പക്ഷേ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് അല്ലായിരുന്നു. അപ്പം ഭയങ്കര ഒരു ബാലൻസ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഇപ്പം എന്തൊക്കെയൊക്കെയോ സംഭവിക്കുന്നു. ഞാനത് വർക്ക് ചെയ്ത ഒരാളാണ്, എന്നാലും ഐ തോട്ട് ഐ നീഡ് എ ബ്രേക്ക് ഫ്രം എവറിഥിങ്. സോഷ്യൽ മീഡിയ മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തു, ഫാമിലിയും മൊത്തമായിട്ട്. സോ ഐ നീഡഡ് ദാറ്റ്. അപ്പൊ ദാറ്റ് വാസ് എ പേഴ്സണൽ ബ്രേക്ക്. ഒരു ബന്ധമില്ല മൂവിയായിട്ട്. ഞാനൊക്കെ വിചാരിച്ചു മൂവിയുടെ ഈ ഷൂ ഞാനിപ്പോ തലയ്ക്ക് നല്ല സമാധാനമുണ്ട്. അതിപ്പോ ബ്രേക്ക് എടുത്തു. ചേച്ചിയുടെ ഒരു ഇൻഫ്ലുവൻസർ എന്ന ചേച്ചി എന്തൊക്കെയോ ചെയ്തു പോകുന്ന അത്രേ ഉള്ളൂ. നമ്മള് കുറച്ച് പേര് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളൊക്കെ ഇപ്പൊ ചേച്ചിയുടെ സ്റ്റോറീസ് ആയാലും ചേച്ചിയുടെ ഓരോ ഐഡിയാസ് റൈറ്റിംഗ്സ് ഒക്കെ ആയാലും ഒരുപാട് പേർക്ക് വായിക്കുന്നുണ്ടല്ലോ. കമന്റ്സും കൂടെ വായിച്ചു നോക്കുമ്പോ എല്ലാരും കുറെ പേരൊക്കെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നല്ല റിലീഫ് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അല്ലെ മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ. അപ്പൊ അത് എങ്ങനെ അത് ചേച്ചിക്ക് ഒരിക്കലും ഓപ്പൺ ആക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും ചെയ്യണമെന്നൊന്നും തോന്നില്ല? എന്റെ ജോലിയും മീ ആസ് എ പേഴ്സൺ ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ. ബ്രേക്ക് ഞാൻ ഉദ്ദേശിച്ച് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ അല്ല, ഞാൻ ആക്റ്റീവ് അല്ല. ഐ വാസ് ടേക്കിംഗ് ബ്രേക്ക് ഫ്രം മൈ വർക്ക് ആൻഡ് എന്താ പറയുന്നത്, ആ ഇൻസ്റ്റയിലൊക്കെ ആക്റ്റീവായിട്ട് നമ്മൾ ഇരിക്കത്തില്ലേ, അതിൽ നിന്ന് ഞാനൊരു ബ്രേക്ക് എടുത്തെന്ന് വെച്ചാൽ നോർമലായിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്യുകയും ചെയ്യും. അതൊരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ. അല്ലാതെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ യു വിൽ ബി ഫോഴ്സ്ഡ് ടു ഡു സോ മെനി തിങ്സ് ഇൻ ബിറ്റ്വീൻ ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് വർക്ക് ഓൾസോ അല്ലേ. അപ്പം ഐ വോണ്ട് എ ബ്രേക്ക് ഫ്രം ദാറ്റ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഫോണൊക്കെ ഉണ്ട്. ഈ ഓഡ്രി എങ്ങനെ ഫിലിമിലേക്ക് കറക്റ്റ് ആണല്ലോ അല്ലെ? ഇപ്പൊ എനിക്ക് പേര് കിടക്കുന്നതുകൊണ്ട് ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ഇനി കറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്ന്. വീട്ടിൽ വിളിക്കുന്ന വല്ല പേരും ഉണ്ടോ? അത് പറയാം. കുഞ്ഞിനെ വിളിക്കുന്നത് അതെനിക്ക് ഓഡ്രി. ഓക്കെ, ഓഡ്രി എങ്ങനെ ഫിലിമിലേക്ക് വന്നത്? എനിക്ക് ആലപ്പുഴ ജിംഖാന ചെറിയ റോൾ. അതാണോ ഫസ്റ്റ് മൂവി അപ്പയറൻസ്? അല്ലല്ല. സോ ഞാൻ ബഹ്റിനിലായോണ്ട് എനിക്ക് കുറെ ഓഡിഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ബിക്കോസ് അവിടെ ആയിരുന്നോണ്ട്. പിന്നെ ഞാൻ കോളേജ് ചെയ്തത് ബാംഗ്ലൂരിലാണ്. അപ്പൊ കിട്ടുന്ന സമയമൊക്കെ ഇങ്ങോട്ട് നാട്ടിൽ വന്ന് ഓഡിഷൻ കൊടുത്തിട്ട് പോകും. അങ്ങനെ കുറെ റിജക്ഷൻ ഒക്കെ കിട്ടി. പക്ഷെ ഇതൊക്കെ ഐ വാസ് ലൈക്ക് എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓഡിഷൻ ചെയ്ത് ഐ തിങ്ക് ഐ ഗോട്ട് ഇൻടു CBI 5. മമ്മൂക്കയുടെ കൂടെ ഒരു സ്ക്രീനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി. അത് ചെറിയ റോളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ ഓഡിഷൻ ചെയ്തു, കുറെ വർഷങ്ങൾ ഓഡിഷൻ ചെയ്തോണ്ടിരുന്നു. പിന്നെ ആലപ്പുഴ ജിംഖാന അഗൈൻ ഐ ലാൻഡഡ് എ സ്മോൾ റോൾ. അതും ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതെ, നല്ലൊരു ടീമും ആയിരുന്നു. സോ ഐ ഡിഡ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ ഓഡിഷൻ ചെയ്ത് ഒരു ദിവസം വിനീതേട്ടൻ എന്നെ ഇങ്ങനെ വിളിച്ചു. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത് ലൈക്ക് സജസ്റ്റ് ചെയ്തു ഓഡ്രി എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ വിനീതേട്ടൻ വെന്റ് ത്രൂ മൈ പ്രൊഫൈൽ ആൻഡ് ഹി കോൾഡ് മീ ആൻഡ് ആസ്ക്ഡ് ഓഡിഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ്. അങ്ങനെ ഞാൻ പോയി ചെന്നൈ പോയി മീറ്റ് ചെയ്തു. ഒരു പെർഫോമൻസ് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു. മീറ്റ് ചെയ്തു. ഒരു ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെയാണ് കരത്തിലേക്ക് വരുന്നത്. കരത്തിലേക്ക് വരുന്നത്. ഓക്കെ. ഇപ്പൊ ഈ റെഗുലർ ആയിട്ട് ഇങ്ങനെ ഓഡീഷൻസും കാര്യങ്ങളും ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴാട്ടോ മനസ്സിലായത്. ഷീസ് വെരി പാഷനേറ്റ്, ഷീസ് എ പ്രോപ്പർ ആക്ടർ, ഷീസ് എ പ്രോപ്പർ എയിം ഒക്കെ ഉള്ളതിന്റെ, ഷീസ് വെരി മെച്ചുവർ ഫോർ ഹർ ഏജ്. സത്യം കുഞ്ഞാണ്, പക്ഷെ ഷീസ് വെരി മെച്ചുവർ ഫോർ ഹർ ഏജ്. 24 ആയിട്ടേ ഉള്ളൂ. She's 23 അല്ല 24. അല്ല ഇപ്പൊ പലരും പറയുന്ന ഈ ഓഡിഷൻസ് ഒക്കെ പോകുന്നത് ചിലവര് മടുക്കൂലോ. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നാലാണ് ഇപ്പൊ നമ്മുടെ എടുത്തു നോക്കാൻ ഗ്രേറ്റ് ആക്ടേഴ്സ് എല്ലാരും ഇതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്ത് വന്നേക്കുന്നത്. ചില നമുക്കൊരു പോയിന്റ് എത്തിക്കഴിയുമ്പോ എന്തോരം ഓഡീഷൻസ് കൊടുത്ത് എന്തോരം റിജക്ട് ചെയ്തു. അപ്പൊ അതെങ്ങനെ ഓവർകം ചെയ്തത്? ഓഡ്രിക്ക് തന്നെ തോന്നൂല്ലേ ഇത് ഇനി നിർത്താന്നൊക്കെ ഒരു പോയിന്റ് തോന്നിയിട്ട്? ഇപ്പൊ ഒന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് അഭിനയിക്കണമെങ്കിൽ ഒരു ഓഡിഷനിൽ പോയാൽ എനിക്ക് ചുമ്മാ ഒന്നും അഭിനയിക്കാൻ പറ്റൂല. അത് ബീങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഓർ ജസ്റ്റ് ആക്ടിങ് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോ എത്ര ഡൗൺ ആണെങ്കിലും എനിക്ക് ഒരു ചെറിയ മേ ബി ഈവൻ ഇഫ് ഇറ്റ്സ് ജസ്റ്റ് ടേക്കിംഗ് എ റീൽ ഐ എം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓഡിഷൻസ് ഒരിക്കലും എനിക്കത് മടുപ്പ് തരത്തില്ല. റിജക്ഷൻ ഇസ് നോട്ട് ഒരു മടുപ്പ്, എനിക്കത് ഇനിയും ഒരു പുഷ് ഫോർവേഡ് തന്നെയാണ്. അപ്പൊ ഞാൻ ഇനിയും കുറെ ഓഡിഷൻ കൊടുക്കും. എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അത് നല്ല മൈൻഡ് സെറ്റ്, നല്ല മൈൻഡ് സെറ്റ്. അതാണ് കുറെ പേർക്ക് ഉപകാരപ്പെടൂല ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായിട്ട് നമ്മളും സംസാരിക്കുമ്പോ. If you want something, work for it. അതിനകത്ത് നമുക്ക് നാണക്കേട് അതിന്റെ ആവശ്യമില്ല. And there's no shortcut to anything. എല്ലാത്തിനും നമ്മൾ വർക്ക് ചെയ്തേ പറ്റും. അപ്പൊ this is my way to work for something that I'm dreaming of. ചേച്ചി എങ്ങനെയാ ഈ മൂവിയിലേക്ക്? ഓഡിഷൻ എന്ന് പറഞ്ഞാല് എനിക്കൊന്ന് അഭയായിരുന്നു തോന്നുന്നു. മൂവിയിലെ ഫസ്റ്റ് എയ്ഡി ആയിരുന്നു. വിനീതേട്ടൻ്റെ അടുത്ത് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പെർട്ടിക്കുലർ റോളിന്റെ അപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു ഓഡിഷൻ അയച്ചു തരാമോ? അപ്പൊ എന്നുള്ള ഐ എം നോ വൺ റിലേറ്റഡ് ടു ദിസ് ഫീൽഡ് അറ്റ് ഓൾ. എന്നുവെച്ചാൽ ഐ എം എ മോഡൽ. ഞാൻ ആക്ടിങ്ങിലേക്ക് അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. അത് അതിങ്ങനെ സംഭവിച്ചു. പക്ഷെ മെയിൻ മോഡലിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ സീനിന്റെ ഓഡിഷൻ ചോദിച്ചു, ഓഡിഷൻ അയച്ചു. അതിന് ഇങ്ങനെ പറഞ്ഞു പോരുന്നു, ജോർജിയയിലേക്ക് ചോദിച്ചു. അങ്ങനെ വെരി ഹാപ്പി. വിനീതേട്ടൻ എങ്ങനെയുണ്ട്? നമ്മളൊക്കെ വിനീതേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, സമാധാനം ശരിക്കും അങ്ങനെയാ ഒരു കാമായിട്ടിരിക്കുന്ന വ്യക്തി. ഈ നമ്മൾ ഈ എന്താ പറയുന്നത്, നമ്മൾ ഈ രൂപക്കൂട്ടിനകത്തൊക്കെ പുണ്യാളന്മാരെ കണ്ടിട്ടില്ലേ, ശരിക്കും അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. എന്ന് വെച്ചാ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു മനുഷ്യനാ. ഭയങ്കര മോസ്റ്റ് സിമ്പിൾ പേഴ്സൺ ഐ എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. സത്യം. ലൈക്ക് even to work with him ഭയങ്കര he would make it so easy. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബിഫോർ ഷൂട്ട് he had texted me, ഓർഡർ പേടിക്കണ്ട കേട്ടോ, ഞാൻ സിമ്പിൾ ആ വർക്ക് ചെയ്യാൻ. അപ്പോഴും എനിക്ക് പേടിയില്ല. എനിക്ക് തോന്നുന്നത് എന്നെ കൺഫേം ആക്കി കഴിഞ്ഞിട്ട് ഞാൻ 5 പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഉറപ്പാണോ, അറിയിച്ചു. അപ്പൊ വിനീതേട്ടൻ പറയും ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, ഒരു ടെൻഷനും അടിക്കണ്ട, നമുക്കിങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പ്രശ്നമില്ല. അപ്പം ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പം ഷീ നോസ് ഐ വാസ് വെരി കോൺഷ്യസ്. കാര്യം എല്ലാവരും ബാക്കി കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഐ വാസ് വെരി ന്യൂ ടു ദിസ്. അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആക്കും നമ്മളെ നമ്മുടെ സ്പേസിലേക്ക് ഭയങ്കരമായിട്ട് വിടും. എന്നിട്ട് ഹീ നോസ് ഹൗ ടു ഗെറ്റ് എന്താ പറയുക ഔട്ട് ഫ്രം എൻ ആർട്ടിസ്റ്റ് അങ്ങനെയുള്ളതിന്റെ. അത് നമ്മളെ മാത്രമല്ല, ഹീ മേക്സ് ദ ഹോൾ ക്രൂ കംഫർട്ടബിൾ. അതൊരു കഴിവാണ്. അതൊരു നല്ല മനുഷ്യനാണെങ്കിലേ പറ്റുള്ളൂ. സോ ഇറ്റ്സ് എ ജെന്യുവിൻലി ഗുഡ് ഹ്യൂമൻ ബീങ്. ഇപ്പം നോർമലി വിനീതേട്ടന്റെ മൂവി അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രണയം ഉണ്ടാവും. അവിടെ ഒരു ഒരു സമാധാനം അങ്ങനെയൊക്കെ പോകുന്ന മൂവി ആണെന്നൊക്കെ ആയിരിക്കും. പക്ഷെ കരത്തിന്റെ ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായി ഇത് തിരയൊക്കെ പോലെ കുറച്ച് ത്രില്ലർ ആണ്. നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷ. പക്ഷെ മൂവി കണ്ടപ്പോ ഇത് വിനീതേട്ടൻ തന്നെ ഡയറക്ട് ചെയ്തതാണോ? ഓ മൈ ഗോഡ്, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. അതല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ മിണ്ടാണ്ടിരിക്കാന്നല്ല, ഞാൻ ഡീസന്റ് ആയിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നതല്ല. നോർമലി ഇപ്പൊ തട്ടത്തിൻ മറയത്ത് പോലത്തെ അത്രയും ഇപ്പൊ ഹൃദയം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു ലവ് ബേസ്ഡ് സ്റ്റോറീസ് വ്യത്യസ്തമായിട്ടാണ് കരം ഒരു എന്താ പറയാ, എല്ലാരും പറയാം തിരയായിട്ട് നമുക്ക് ഒരു ത്രില്ലർ മോഡായിട്ട് കാണാം. അത് ട്രെയിലർ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ അതിന് പകരം ഇങ്ങനെ കേട്ടിട്ടുള്ളൂല്ലോ വിനീതേട്ടന്റെ അടുത്ത മൂവി. അപ്പൊ വി ആർ എക്സ്പെക്ടിങ് ഇതുപോലെ ഒരു ലവ് സ്റ്റോറി ആയിരിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഇതൊക്കെ കണ്ട് തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോ
ഇത് വിനീതേട്ടൻ തന്നെയാണ് ഡയറക്ട് ചെയ്തത്, നമുക്കൊരു തൊട്ടുമുന്നെ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു ഷിഫ്റ്റ് എന്ന് വെച്ചാൽ വിനീതേട്ടൻ തന്നെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഷിഫ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്, എല്ലാവരും എന്നെ ആ ഒരു ബേസ് ഇതെടുക്കാൻ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഒരു ഇൻ ഹൗസിൽ ഇങ്ങനെ സംസാരം ഉണ്ടാവും, ഇത് ഓഡിയൻസ് വിനീത് ഒരു ത്രില്ലർ മൂവി ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംസാരം വന്നിരുന്നു? ഐ മീൻ നോ വീടൻ എനിക്ക് പേഴ്സണലി ഞാൻ അഭിനയിക്കാൻ ഞാൻ അതെന്തായാലും കുഴപ്പമില്ല, She was very excited. I was always tense. ഞാൻ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ക്യാമറയുടെ മുമ്പിൽ കുറെ നാൾക്ക് ശേഷം എത്തുന്നു. എന്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു. ആൻഡ് ഐ നോ വിനീതേട്ടൻ ചെയ്യുന്ന എന്താണെങ്കിലും അടിപൊളിയായിരിക്കും എനിക്കറിയാം. സോ ആ ഒരു വിശ്വാസമുണ്ട്. ആൻഡ് ദാറ്റ് ടു ജോമോൻ ചേട്ടൻ, ദി ടീം ഇറ്റ്സെൽഫ്, ജോമോൻ ചേട്ടൻ, വിനീതേട്ടൻ, ഷാനിക്ക. അയ്യോ എന്ന് വെച്ചാല് ജോമോൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മള് പോസ്റ്റ് കാർഡ്സ് പോലത്തെ ഫ്രെയിംസാ, നമ്മൾ എങ്ങനെ പോയി നിന്നാലും നമുക്ക് അപ്പം നമ്മള് സെറ്റില് തന്നെ വെൻ ഹി യൂസ് ടു കീപ് എ ഫ്രെയിം തന്നെ നമ്മളിങ്ങനെ പോയി നിൽക്കും. ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല, എന്ത് ഭംഗിയാ. അതായത് ഒരു രക്ഷയില്ല. അപ്പം നമ്മള് വിനീത് ശ്രീനിവാസൻ മൂവി, ജോമോൻ ടി ജോൺ, സോ അതിനകത്ത് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല അല്ലേ? എന്ന് വെച്ചാല് അത്ര നല്ല ടീമാ അത്. ആൻഡ് ക്രൂ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൂസ് ദാറ്റ് യു ക്യാൻ എവർ വർക്ക് വിത്ത്. അങ്ങനത്തെ ഒരു ക്രൂവാ. അപ്പം അത്രയും നല്ല ലോഞ്ചിനെക്കാട്ടും ഫസ്റ്റ് സെലക്ഷൻ കിട്ടിയപ്പം ആരോട് ആദ്യം പറഞ്ഞു, വീട്ടുകാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? സോ ബേസിക്കലി ഇത് ഒരു വർഷം ഐ തിങ്ക് CBI കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. മൈ ഡാഡ് വാസ് ലൈക്ക്, കുഞ്ഞുവിനി അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുവിനൊരു വിനീത് ശ്രീനിവാസൻ പടത്തിൽ കയറണം. ഞാൻ ഡാഡാ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പറഞ്ഞു. പിന്നെ ഐ തിങ്ക് 2 years later ഐ എം ഗെറ്റിംഗ് ദിസ് കോൾ. അപ്പൊ ആദ്യം ഞാൻ വിളിച്ച എന്റെ ഡാഡേനെയാ. ഞാൻ പറഞ്ഞു, ഡാഡാ വിനീതേട്ടൻ എന്നെ വിളിച്ചു, ചെന്നൈയിലേക്ക് വിളിച്ചു, എന്താവും അറിയില്ല. ദെൻ ഫുൾ പ്രാർത്ഥനയായിരുന്നു വീട്ടില്, കിട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ലാൻഡ് ചെയ്തപ്പോ they were so excited, ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. They were there with me throughout. ഫസ്റ്റ് മൂവി മോളുടെ ഇങ്ങനെ കാണുമ്പോഴത്തേനും വീട്ടുകാർ എന്താ പറഞ്ഞ, ഒരുമിച്ചാണ് പോയി കണ്ടത്? അല്ല, എന്റെ പേരൻസ് ബഹ്റിനിലാണ്. സോ they were there. അവര് വിളിച്ച് കുറെ സന്തോഷം പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു, യു ഗ്രൂ ലൈക്ക് മൈ മോം ഇസ് ദ ബിഗസ്റ്റ് ക്രിട്ടിക്, മൈ മോം ആൻഡ് മൈ സിസ്റ്റർ. അവര് ഞാൻ എന്ത് ചെയ്താലും അതിലുള്ള ഫോൾട്ട് കണ്ടുപിടിച്ച് പറഞ്ഞു തരും. ആൻഡ് ഇറ്റ്സ് ഫോർ മൈ ബെറ്റർമെന്റ്. അപ്പൊ but like my parents were like very happy. My sister also, she said you grew as an actor. പക്ഷേ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാലും they both are very happy. And like even my dad എന്ത് കണ്ടാലും ഹാപ്പിയാ. അപ്പൊ മറ്റേ റോക്കിന്നൊക്കെ ഇങ്ങനെ വീഴുന്ന ആ രംഗമൊക്കെ. അതെ മമ്മി പറഞ്ഞു കുറെ സങ്കടം വന്നു എന്ന് പറഞ്ഞു പടം കണ്ടിട്ട്. എന്റെ മോളല്ലേ എന്ന് പറഞ്ഞ് കുറെ സങ്കടപ്പെട്ടു. പക്ഷെ you did a good job എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി when I heard it. ഇനിയിപ്പോ രശ്മി ചേച്ചി ചോദിച്ച ചോദ്യം വെറുതെ എനിക്ക് ഇട്ടത്, അവിടെ ലവ് സീൻ ചോദിക്കണ. അപ്പം അത് ഫസ്റ്റ് ടൈം ആണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മേജർ ഒരു ക്യാരക്ടർ പുള്ളപ്പ് ചെയ്യാനായിട്ട്? കാരണം ഒരുപാട് ഇപ്പം ഞാൻ നേരിന്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, ജീതു സാറ് പറയുന്ന കേട്ടിട്ടുണ്ട്. പർട്ടിക്കുലർ ഒരു ഇങ്ങനത്തെ ഒരു ഇതൊക്കെ മനുഷ്യര് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു, ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ സെറ്റ് എല്ലാം കാമാക്കും. ഭയങ്കര ലാലേട്ടനൊക്കെ വന്ന് പേടിക്കണ്ടാട്ടോ. കാരണം ആക്ടിങ് ആണെങ്കിൽ കൂടി ഇപ്പൊ പറഞ്ഞല്ലോ, ആ സെല്ലിന്റെ അകത്ത് ഇരിക്കുമ്പോ ഭയങ്കര ഒരു സ്ട്രെസ് ആവും. അപ്പം അതെങ്ങനെയായിരുന്നു വിനീതേട്ടൻ ഡയറക്ഷൻ ചെയ്തപ്പോ? അത് it is only Vinitharan who made me like ഭയങ്കര I mean set as a whole ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ബട്ട് വിനീതേട്ടൻ എന്നെ സൈഡിൽ വന്ന് നിർത്തിയിട്ട് ഓക്കെ ആണോ ഓഡ്രി, എൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാം സംസാരിച്ചു ഓക്കെ ആണെങ്കിൽ മാത്രം ടേക്ക് യുവർ ടൈം. എനിക്ക് എപ്പോഴും ആ സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും എനിക്ക് ബേർഡൻഡ് ആയിട്ടോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ആൻഡ് പ്ലസ് ഇറ്റ്സ് ആക്ടിങ്, ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ വാണ്ട് ടു ഡു ലൈക്ക് ഫോർ എവർ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. ആൻഡ് it was a really good experience. Like it was not like ഒത്തിരി അങ്ങനൊന്നും എന്താ ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, അതിന് മാത്രം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ആക്ടിങ്, ഈ പറഞ്ഞ പോലെ. ആൻഡ് വിനീതേട്ടനാണെങ്കിലും we are so sure that they won't make it awkward on screen. You know, ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉണ്ട് ഭയങ്കരമായിട്ട് അല്ലേ? ഇവർക്ക് ഇനി ഉത്തരം ഡൗട്ടാ, കറക്റ്റ് ആണോ രണ്ടെണ്ണത്തിനെ വിളിച്ചു വരുത്തി. നിങ്ങൾ പ്രൊമോഷൻ എന്താ ഇരിക്കാത്ത? പറഞ്ഞു നിങ്ങൾ അനുഭവം ഇല്ല അങ്ങനൊന്നും ഇല്ല. ഇനി
നമുക്ക് രേഷ്മ ചേച്ചിയുടെ റിയൽ ലവ് സ്റ്റോറിയിലേക്ക്. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നല്ലോ അതെ. അല്ലേ? 3 years ഞങ്ങളിപ്പം ഒരുമിച്ചായിട്ട് ഇപ്പൊ എത്ര വർഷമായി? 15 years. Plus, 15 years മാരേജ് ഒരുമിച്ച്. കഴിഞ്ഞിട്ടല്ലോ. മാരേജ് 11 years. ഇപ്പൊ October 18 11 years ആവും. 11 years ആവും. എങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പും അയ്യോ കാര്യങ്ങളൊക്കെ? എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലായിടത്തും അല്ലേ? അങ്ങനെ ലവ് സ്റ്റോറി ഒന്നും ഇല്ല. ഞങ്ങള് സത്യമാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും. ഇറ്റ് ഹാപ്പൻ സംഭവം. എന്ന് വെച്ചാൽ ഞങ്ങള് ഓഫീസിൽ ഒരുമിച്ചായിരുന്നു ജോയിൻ ചെയ്ത്. ഒരേ ദിവസം ഒരേ ബാച്ചിലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തത് എബ്രോഡ് തന്നെയായിരുന്നു? അല്ലല്ല, ഇവിടെ ട്രിവാൻഡ്രം UST-ലായിരുന്നു. UST-ലെ അപ്പം ഒരുമിച്ചായിരുന്നു ജോയിൻ ചെയ്ത്. ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അല്ല അങ്ങനെ കണ്ടു അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ വി ബോത്ത് വർ റിയലി ക്ലോസ്. എന്ത് ഏത് വേഷം കല്യാണം കഴിച്ചാൽ ഒരു കുട്ടിയില്ല, ഇനി പേടിക്കണ്ട. പറഞ്ഞു എന്നെ ഇടിക്കും വീട്ടിൽ ചെല്ലുമ്പോ. ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയാൽ മതി, തിരിച്ചു വീട്ടിൽ എനിക്കിട്ടാ. അങ്ങനെയല്ല എന്ന് വെച്ചാൽ അത് പറഞ്ഞ ഭയങ്കര ഒരു അഡ്വഞ്ചറസ് സ്റ്റോറി ഒന്നും അല്ല, ഭയങ്കര ബോറിംഗ് സ്റ്റോറി ഞങ്ങളുടെ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഐ ലവ് യു ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ ആദ്യം ഇതൊന്നും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണല്ലോ. ഇനിഷ്യേറ്റീവ് അങ്ങനെയൊന്നും ഇല്ല. രണ്ടുപേർക്ക് ഏകദേശം മനസ്സിലായി അങ്ങോട്ട്. അങ്ങനെ രണ്ടുപേർക്കും മനസ്സിലാവും. ഓക്കെ, അപ്പൊ കല്യാണത്തിൽ അതും ഒരു കോംപ്ലിക്കേഷൻ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ദിവസം ഇങ്ങനെ എന്ന് വെച്ചാൽ ഇഷ്ടമാന്ന് അറിയായിരുന്നു. അപ്പം എന്റെ വീട്ടിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പം ജിനു ചോദിച്ചു, ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സാധനം, ഒട്ടും എളുപ്പമല്ല എന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പം ഹി നോസ് എൻ്റെ എല്ലാം ഉള്ള പോലെ ഫുൾ അറിയാം. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പനെ വിളിച്ചോളാൻ പറഞ്ഞു. ജിനു വീട്ടിൽ വിളിച്ചു. എൻ്റെ പറഞ്ഞു ഓക്കെ. ജിനുവിന്റെ ഫാദറിനോട് വിളിക്കാൻ പറഞ്ഞു. ജിനുവിന്റെ പപ്പ വിളിച്ചു. ഒരു ദിവസം കൂടി ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചു. അപ്പം എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ ഒരു വർഷം കല്യാണം കഴിഞ്ഞു. കെട്ടിക്കഴിഞ്ഞ് 5 വർഷങ്ങൾ മുടിഞ്ഞ അടിയായിരുന്നു. എല്ലാവരുടെയും ഹണിമൂൺ പീരീഡിൽ ഞങ്ങൾ നല്ല അടിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഞങ്ങള് വി വർ റിയലി ക്ലോസ് ഫ്രണ്ട്സ്. വി വർ നോട്ട് ലവേഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാൻ വേണ്ടി മാത്രം സ്റ്റോറി ഒന്നും ഇല്ല. പൈങ്കിളി എന്ന് പറഞ്ഞാൽ ഡേറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രേമിച്ച് നടക്കുന്നതും കല്യാണം വെരി ഡിഫറെന്റ്. ആ സാധനം ഇല്ല. അപ്പം കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ടു ഡിഫറെന്റ് പീപ്പിൾ ഒരുമിച്ച് താമസിക്കുമ്പം രണ്ടായിട്ട് വളർത്തിയിട്ടുള്ള 2 കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പം അതൊരു ഞങ്ങൾ തമ്മിൽ ഇത് തീർക്കാൻ വേണ്ടി 5 വർഷം എടുത്തു. 5 വർഷം എടുത്ത് ക്ലിയർ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങള് എന്താ പറയുക, നമ്മള് നീ ഞാൻ അല്ലെങ്കിൽ യു മീ മാറി അസ് നമ്മൾ എന്നുള്ള സ്റ്റേറ്റ് ആവത്തില്ലേ. അപ്പൊ അത് ആയാലേ ഞങ്ങള് കുഞ്ഞാവുള്ളൂ എന്ന് അഡമന്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം അത് ആയിന്ന് ഞങ്ങൾക്ക് ഉറപ്പായപ്പാണ് എസ്തു എന്റെ ഞങ്ങളുടെ കുഞ്ഞ് എസ്തു ആയ. പിന്നെ തിങ്സ് ചേഞ്ച്ഡ് ഭയങ്കരമായിട്ട്. അവളായിക്കഴിഞ്ഞ ഇങ്ങനെ ഫുള്ള് മാറിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് മൂവ് ചെയ്ത് ഇവിടുന്ന്. എന്ന് വെച്ചാൽ ജിനു ഹസ്ബൻഡ് വർക്ക് ചെയ്തോണ്ടിരുന്ന കമ്പനി മൂവ് ചെയ്ത് അങ്ങോട്ടേക്ക്. അപ്പൊ ഇപ്പൊ അവിടെയും ഇവിടെ ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഞങ്ങള് കുറച്ചുകൂടെ പ്രേമിക്കുന്നുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ടും എനിക്ക് തോന്നുന്ന ഞങ്ങളുടെ ഗ്രാഫ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നും. എന്ന് വെച്ചാൽ ഞങ്ങള് ഒന്നേന്ന് തുടങ്ങിയതാ. വി സ്റ്റാർട്ടഡ് ഫ്രം സ്ക്രാച്ച് വിതൗട്ട് എനി സപ്പോർട്ട്. ഒരു രീതിയിലും ഞങ്ങള് 1 രൂപയിൽ നിന്ന് ഒന്നേന്ന് ലൈഫ് ആക്കി എടുത്ത ആൾക്കാരാ. സോ വി ബോത്ത് വർ ദേർ ഫോർ ഈച്ച് അതർ. ഞങ്ങളുടെ ലവ് സ്റ്റോറിനെക്കാട്ടും കൂടുതൽ ഞങ്ങള് വി വർ ഈച്ച് അതർ സപ്പോർട്ട് സിസ്റ്റം ഭയങ്കരമായിട്ട്. അതിൽ നിന്നുണ്ടായ പ്രേമമാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം അത് ഭയങ്കര രസമാണ്. നമ്മള് ഒരുമിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നല്ല മനുഷ്യനാണെന്ന് മാത്രം നോക്കിയാൽ മതി. ബാക്കി പൈസ സാധനങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ അത് കൂടെ അങ്ങ് വന്നോളും, കുഴപ്പമില്ല. അപ്പൊ ഇപ്പം വി റീച്ച്ഡ് എ സ്റ്റേറ്റ് വെയർ ഓക്കെ ഞങ്ങൾക്കൊന്ന് ശ്വാസം വിടാം, നമ്മളൊന്ന് സെറ്റിലായി എന്ന് പറയാൻ വേണ്ടിയുള്ളതിന്റെ. അപ്പൊ ഞങ്ങൾ സമാധാനമായിട്ട് പ്രേമിച്ചോണ്ടിരിക്കുക. അതിന്റെ കൂടെ ഞങ്ങളുടെ കൊച്ചു വളരുന്നുണ്ട് കൂടെ. അതാണ് നിങ്ങൾ ഇവിടെ വന്നപ്പോ മീറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എയർപോർട്ടിന്റെ വി ഹാവ് എ വെരി ക്ലോസ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ്.
ഫ്രണ്ട്സ്, എൻ്റെ എൻ്റെത് പറയില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സാണ് എല്ലാം. ഈ പറഞ്ഞ പോലെ അവരാണ് എൻ്റെ നമ്മുടെ കോൺഫിഡൻസ് ഇല്ല എന്നാ നമ്മൾ ഉന്തി വിടുന്ന ആൾക്കാരല്ലേ, പോയി ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ. എല്ലാവരും നമ്മളെപ്പോഴും പറയും നമുക്ക് സങ്കടങ്ങൾ പറയാനുള്ള ആൾക്കാരല്ല ഫ്രണ്ട്സ്. നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് സാധനം, സന്തോഷം വരുമ്പോൾ ഓടി വന്ന് ഇറ്റ്സ് ഹാപ്പൻ ഫോർ മീ എന്ന് പറയുമ്പം അതാ എൻ്റെ കൂടെ ഉള്ള ഞങ്ങൾക്കൊരു കുറച്ച് ആൾക്കാരുണ്ട്, വെരി ക്ലോസ് ടു അസ്. എൻ്റെ എല്ലാം അവര്. അപ്പം they celebrate us and we celebrate them. ഞാനൊരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണേ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പൊ അതിന് നിങ്ങൾ ആൻസർ പറയുക. ഈസിയാ. ആദ്യം ചൈൽഡ്ഹുഡ് വേഴ്സസ് നൗ. ഓക്കെ എന്നാണ് സെഗ്മെന്റിന്റെ പേര്. കുട്ടിക്കാലത്തെ ചെല്ലപ്പേര്. ചിന്നു. ചിന്നു. ഇപ്പത്തെയോ? ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല. ഹസ്ബൻഡ് എന്താ വിളിക്കുന്നത് സ്നേഹത്തോടെ? ചിലപ്പോ കൊച്ചെന്ന് വിളിക്കും. കൊച്ചെന്ന്. അതൊക്കെ പറ, അത് കേൾക്കാൻ വേണ്ടിയല്ലോ. ഓക്കെ. കുട്ടിക്കാലത്തെ നിക്നെയിം? കുഞ്ഞു. ഇപ്പോഴും കുഞ്ഞു. ഓക്കെ. വലുതാകാൻ ശ്രമിക്കുന്നില്ല കുഞ്ഞു? കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ പേടി, ഫിയർ? മനുഷ്യര്. മനുഷ്യർ. ഇപ്പോഴും മനുഷ്യര് സത്യമായിട്ടും. കുട്ടിക്കാലത്ത് എനിക്ക് പല്ലിയും പാച്ചും അതിപ്പോഴും ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. അതിപ്പോഴുണ്ട്. പക്ഷെ അതിനെക്കാട്ടി ഇപ്പൊ പേടിയസ് ലൂസിങ് ലവ്ഡ് വൺസ്. കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ വാശി ഈ നമ്മളെ കൊണ്ട് ആരെങ്കിലും ഒന്നും പറ്റില്ല എന്ന് പറയുമ്പോ പറ്റൂന്ന് കാണിച്ചെടുക്കുന്ന സാധനമല്ലേ അത് വേറെ ആരുടെ അല്ല, എനിക്ക് തന്നെയാ. നമ്മളോട് ഇപ്പോഴും അത് തന്നെ. ഞാൻ അത് തന്നെ വലിയ മാറ്റമൊന്നുമില്ല. കുട്ടിക്കാലം അതുമായിട്ട് ഒരു മാറ്റമില്ല. കുട്ടിക്കാലത്ത് എനിക്കും സെയിം. ലൈക് നോ പറഞ്ഞാൽ ഞാൻ ചെയ്യും, എന്തായാലും ചെയ്യും. അതിപ്പോഴും ചെയ്തു. അത്ര നേരം എനിക്കില്ല. ഞാൻ അങ്ങനെയാണ്. ലൈക്ക് എന്തെങ്കിലും എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞാൽ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യും. അങ്ങനെയല്ല. എന്റെ സാധനം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇപ്പൊ ഇന്ന സാധനം കഴിവില്ല, അല്ലെങ്കിൽ ഇന്ന സാധനം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞില്ല. ആ സാധനം കേട്ടോ, ഇത് വേറെ. കുഞ്ഞിനെ കൊണ്ട് പറ്റില്ല അതെന്തെനിക്ക് പറ്റിയാ ഇപ്പൊ തന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ മനസ്സിലായി. പേര് ഞാൻ മറന്നു. അതെ ഇടയ്ക്ക് പണ്ടത്തെ ക്രഷ്. അയ്യോ കൊറേ ഉണ്ട്. ലിസ്റ്റ് പറഞ്ഞു, ഒരു 3 പേര് പറഞ്ഞു. ആരാ എന്നുവെച്ചാ ഞാൻ പറഞ്ഞ ആൾക്കാരെ സോറി സ്കൂളില് ഒബ്വിയസ്ലി അതല്ല. അയ്യോ അതൊക്കെ എന്ത് പറയാൻ പറ്റില്ല, ശരിയാവില്ല. പിന്നെ നമുക്ക് മാധവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മാധവൻ ഇതൊക്കെ കണ്ടോണ്ടിരുന്ന അതാ പറഞ്ഞ ഞാൻ ശരിക്കും ഹോപ്പ്ലെസ് റൊമാൻറ്റിക് തന്നെ. ഇപ്പോഴും അത് തന്നെ. ഇങ്ങനെ സ്വപ്ന ലോകത്ത് ജീവിച്ചിട്ടുള്ള സാധനം ഇപ്പോഴും മാധവനെയാണ്. അങ്ങനെയല്ല ഇന്ന് കേൾക്കില്ല. പക്ഷെ ഇപ്പത്തെ ക്രഷ് മാധവ് തന്നെ. ഇപ്പോഴത്തെ കുറെ പേരുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല, പറയുന്നില്ല. മലയാളം പിടിക്കണ്ട, അങ്ങനല്ല. എനിക്ക് പഴയ ഞാൻ പറഞ്ഞോട്ടെ എന്ന് വെച്ചാ നിങ്ങൾക്ക് ഇപ്പത്തെ കാലഘട്ടം, ഞാൻ പഴയ കാലഘട്ടം അല്ലേ. അപ്പം മാധവനും ഷാരൂഖോ മെയിൻ. അതിപ്പോ തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് കുറവുണ്ട്. ആക്ച്വലി കുഞ്ഞിലത്തെ ക്രഷിനൊന്നും ഓർമ്മയില്ല. എനിക്കങ്ങനെ ഓർമ്മയില്ല. ഐ തിങ്ക് ഷാരൂഖ് ഖാനൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞൊന്നും ഇല്ലേ. ഇപ്പോഴത്തെ സിദ്ധാർത്ഥ് മൽഹോത്ര. മലയാളം പറ. ദുൽഖർ സൽമാൻ. ശരി, ഞാൻ വേറെ കുറെ പേരുകൾ പ്രതീക്ഷിച്ചിരുന്നു. കുട്ടിക്കാലത്ത് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം? സപ്പോർട്ട്. ഇപ്പൊ വേണമെന്ന് തോന്നുന്ന? ഇപ്പൊ എല്ലാം ഉണ്ട്. കുട്ടിക്കാലത്ത് കിട്ടിയിരുന്ന നന്നായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം? ഇവക്കെല്ലാം ഉണ്ട്. അങ്ങനെയല്ല, ലൈക്ക് ഇൻ ലൈഫ് ആണെങ്കിൽ ഐ മീൻ ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ പേരൻസ് ഭയങ്കര സാധനം. ഇപ്പൊ എന്താ ടോയ്സ്. ലൈക്ക് എനിക്ക് എന്റെ പേരൻസ് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു കുഞ്ഞിലെ തൊട്ടെ. അപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും നല്ല കാര്യമാണെങ്കിൽ എനിക്ക് അപ്പൊ തന്നെ തരുമായിരുന്നു. സോ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഐ ഹാഡ് ടു ബെഗ് ഫോർ തിങ്സ് ഓർ ക്രൈ ഫോർ തിങ്സ്. അങ്ങനെ ഒരിക്കലും വീട്ടിലുണ്ടായിട്ടില്ല. സൂപ്പർ ലൈഫ്. ഇപ്പോഴും കുട്ടിയായതുകൊണ്ട് അധികം പോകണ്ടല്ലോ, ബാക്കിലേക്ക് പോകണ്ടല്ലോ. ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ.
കുട്ടിക്കാലത്ത് ഒരു സൂപ്പർ പവർ വേണമെന്ന് ആഗ്രഹിച്ച ഒരു സൂപ്പർ പവർ ഏതാ? അയ്യോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ഇഷ്ടം. കം ഓൺ, ദിസ് ഇസ് മൈ കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ്. ഈ ഹാരി പോട്ടർ കാണുമ്പോൾ മറ്റേ ഇൻവിസിബിലിറ്റി ക്ലോക്ക് ഇല്ലേ, ആ സാധനം. പിന്നെ സ്റ്റോറി ഇട്ടേക്കുന്നത്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാരി പോട്ടർ സാധനങ്ങളൊക്കെ. ഇതൊന്നും കൊച്ചല്ല, ഞാനും ജിനും ഭയങ്കര നേർഡ്സാ. സയൻസ് ഫിക്ഷൻ മൂവീസ്, ആനിമേഷൻസ്, മാർവൽ, DC സാധനങ്ങളൊക്കെ കോമിക്സ് വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പിന്നെ സൂപ്പർ പവർ എനിക്ക് പവർ ആയിട്ടല്ല, ഈ പറഞ്ഞ പോലെ മറ്റേ ടൈം ട്രാവൽ ഇല്ലേ, ഡോക്ടർ സ്ട്രേഞ്ച്, ടൈം ട്രാവല്, ഇൻവിസിബിലിറ്റി ക്ലോക്ക്, മെയിൻ ആയിട്ട് ടൈം ട്രാവലാ ഈ സാധനം. പിന്നെ കുറച്ച് മറ്റേ പറഞ്ഞ പോലെ മറ്റേ സ്റ്റോൺസ് ഒക്കെ കിട്ടുവാണെങ്കിൽ എല്ലാം അതുവരെ നടന്നോളൂല്ലോ. ഇപ്പൊ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ പവർ ടൈം ട്രാവൽ. കുറെ കാര്യങ്ങൾ മാറ്റാനുണ്ട്. ദൈവമേ, കാണിച്ചുകൂട്ടിയ മണ്ടത്തരങ്ങളുണ്ടല്ലോ. ഞാൻ മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്ര എന്റെ ലൈഫിലുള്ള. പ്ലീസ്, ആർക്കെങ്കിലും ടൈം ട്രാവൽ കിട്ടുവാണെങ്കിൽ എനിക്ക് ആദ്യം സൂര്യയോട് കഴിക്കാം. കുഞ്ഞിനായിട്ട് വാസ് ടു ടെലിപ്പോർട്ട്. ലൈക്ക് എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഭയങ്കര മടിയായിരുന്നു. അതും നാട്ടിലൊക്കെ വരുമ്പോ, നാട്ടിൽ വരുമ്പോ ഞാൻ ബെഹ്റിലല്ലേ, അപ്പൊ ബെഹ്റിലെ ഒരു സ്ഥലത്ത് നിന്ന് എത്തണമെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പൊ നാട്ടിൽ വരുമ്പോ ഇപ്പൊ ട്രിവാൻഡ്രം ടു ഞാൻ കൊല്ലത്തുനിന്ന, അപ്പൊ ട്രിവാൻഡ്രം ടു കൊല്ലം ട്രാവൽ ചെയ്യണമെങ്കിൽ 1 hour ആയി. എനിക്ക് മടിയാ ഇങ്ങനെ വണ്ടി ഇരിക്കാൻ. അപ്പൊ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് അവിടെ എത്തിയാൽ കൊള്ളാവുന്ന എന്നോടോ പാല ചില സമയത്ത് ഇപ്പോഴത്തെ എന്റെ ഇത് ആൾക്കാരുടെ മനസ്സ് വായിക്കാൻ പറ്റുന്ന, അത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് വെരി ഹാർഡ്. Like I want to hear what they talk to themselves. Like നമ്മളിപ്പോ സംസാരിച്ചിട്ട് പോവാണെങ്കിൽ ആരെങ്കിലും തെറിയൊക്കെ വിളിക്കുവാണെങ്കിൽ പക്ഷെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ഫ്രണ്ടോട് പോയിട്ട് കുറച്ച് നല്ല മനോഹരമായ എക്സ്പീരിയൻസസ് കിട്ടുമ്പോൾ മനസ്സിലാക്കും. അത് പവർ ഇല്ലാണ്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ പറഞ്ഞു അല്ല, ഓക്കെ, വേണ്ട. ഇത് ഞാൻ വരാം. സ്ഥിരമായി കാണാറുള്ള ഒരു സ്വപ്നം, ഒരു ഡ്രീമോ? കുട്ടിക്കാലത്തെ. അയ്യോ, എന്റെ ഭയങ്കര വട്ട് ഡ്രീമുകളൊക്കെ ആയിരുന്നു. ഹാരി പോട്ടർ വരിക അതൊക്കെയാണോ? അങ്ങനെയല്ല, എന്റെ ഡ്രീംസ് ഒക്കെ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ക്രിയേറ്റീവ് ഡ്രീംസ്. അങ്ങനെയല്ല, ഞാൻ മിക്കവാറും ഞാനിങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുന്നത്, ഈ നല്ല ഈ ഫീൽഡ്സ് ഒക്കെ ഇല്ലേ, ഈ നമ്മൾ ഈ നല്ല കുറെ പൂക്കളും സാധനങ്ങളും ഒക്കെ ഉള്ള അങ്ങനത്തെ കുറെ മരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ കാട്, പൂവ്, ആനിമൽസ്, ആ സാധനങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഈ പറക്കത്തൊക്കെ ഇല്ലേ, ഫെയറീസ് സാധനങ്ങളൊക്കെ അങ്ങനെ. ഇപ്പൊ സ്ഥിരമായിട്ട് കാണാറുള്ള ഡ്രീം? ഇപ്പൊ സ്വപ്നം കാണാൻ സമയമില്ല, ഓരോ സമയം. എനിക്കൊന്ന് കൊച്ചായി കഴിഞ്ഞാൽ സമാധാനത്തിൽ നമ്മൾ ഈ ഫുൾ ഡീപ് സ്ലീപ്പിലേക്ക് പോയാലല്ലേ സ്വപ്നം കാണാനുള്ള ഗ്യാപ്പ് വരത്തുള്ളൂ. അത് കിട്ടിയിട്ട് എനിക്ക് 5 വർഷമായി. സ്വപ്നം കാണട്ടെ. പറയൂ. എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്, ഞാൻ കൊറേ ഹൊറർ ഡ്രീംസ് ഒക്കെ കാണുമായിരുന്നു. ഞാൻ ഞെട്ടി, പേടിച്ചിട്ടൊക്കെ ഞെട്ടി. അതെനിക്കിപ്പോ ഓർമ്മ വരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കൊറേ നല്ല ഡ്രീമും കണ്ടിട്ടുണ്ട്. ഇതെന്റെ ഡ്രീം എന്താ, ഫുൾ ഫിലിം ആയിരിക്കും, ആക്ഷൻ, ക്യാമറയുടെ മുന്നിൽ നടക്ക. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരുപാട് ഡെലൂലു ഒരു സാധനവും ഇവള് ഭയങ്കര ഒരു നല്ല കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ പറയുന്നു. ഇല്ല, നല്ല ആൻസേഴ്സ്. അമ്മയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് ഫുഡ് കഴിക്കാത്ത. ഫുഡ് ആക്ച്വലി ഇപ്പൊ ഞാൻ കഴിക്കും. ചെറുതിലെ ഞാൻ അങ്ങനെ ഭയങ്കര ഈ പിക്കി എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനമാണ്, അതായിരുന്നു ഏറ്റവും കൂടുതൽ. ഇപ്പോഴും അമ്മയുടെ അതിന്റെ വഴക്ക് കേൾക്കാറ്? ഇപ്പൊ എന്നെ ഉപേക്ഷിച്ചു. ഇത്രയും പ്രായമായില്ലേ. ഇനി പേരക്കുട്ടീനെ അല്ലേ, പേരക്കുട്ടീനെ കുറച്ചേരം കൊഞ്ചിപ്പിക്കാന്ന. ട്യൂഷൻ പോകത്തെ, അത് ഹിന്ദി ട്യൂഷൻ. എനിക്ക് ഇഷ്ടല്ലടാ ഹിന്ദി. എനിക്ക് പറ്റത്തില്ല. അതും 2 മണിക്കൂർ ഇരുന്ന് പഠിക്കാന്ന് വെച്ചാ. ഇപ്പൊ എന്തിനാ അമ്മയുടെ വഴക്ക് കേൾക്കാറ്? ഇപ്പൊ അങ്ങനെ വഴക്ക് കേൾക്കാറില്ല. അതിപ്പോ ഞാൻ കോൾ എടുത്തില്ലെങ്കിൽ അത്രേ ഉള്ളൂ. അതെ, എവിടെയാ കുഞ്ഞു നേരെ വിളിക്കുന്നു. ഇപ്പൊ നിനക്ക് ഞങ്ങൾ വല്ലപ്പോഴല്ലേ വിളിക്കുന്നുള്ളൂ, അല്ലേ? എപ്പോഴും വിളിക്കുന്നുണ്ട്. ഒരു കോൾ എടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. കുഞ്ഞിനെ അയ്യോ, ഇവക്ക് ഒരു ദിവസം ഒരു മിനിമം 10 കോളെങ്കിലും വരും. ഞാൻ അവിടെ ഉള്ളപ്പോ തന്നെ കണ്ടിട്ടുണ്ട്, കണ്ടിന്യൂസ്ലി കോള് വരും. അത് പിന്നെ മൂവിലും കൂടെ ആക്ട് ചെയ്യുമ്പോഴത്തേന് അവർക്ക് സന്തോഷം കൊണ്ട് അങ്ങനെ വെരി എക്സൈറ്റഡ്. എന്തെങ്കിലും ചീത്ത കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഭയങ്കര ക്യൂട്ടാ.